ഇത് സദഖത്ത് വല്ലാഹ് ഇന്നഹാല സൗജത്തു നബിയിക്കും ഫി ദുനിയ വൽ ആഖിറ എന്നുള്ളത് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഇത് ഇറാഖിൽ വെച്ചാണ് അലി റളിയല്ലാഹു തആല അൻഹു നടത്തുന്നത്. എന്താ വിഷയം? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ഇറാഖിൽ പോയത്? ഇറാഖിലേക്ക് പോയത് എന്തിനാ? ആ ഒരു സുൽഹിന് വേണ്ടി പോയതാണ്. അതായത് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വധത്തിനപ്പുറം ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉസ്മാനെ കൊന്നത് ഖവാരിജികളാണ്, അല്ലേ, അക്രമികളാണ്. അവർ മദീനയിൽ വെച്ച് ഉസ്മാനെ വധിച്ചിട്ട് അവർ ഉൾവലിഞ്ഞത് കൊടുക്കുക ഇറാഖിലേക്കാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഇറാഖിൽ കൂഫയാണ്, മനസ്സിലല്ലേ? ആ നാട്ടിലേക്കാണ് ഈ ആളുകളും ഉൾവലിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ രക്തത്തിന് പകരം ചോദിക്കേണ്ട ഒരു വിഷയം അവിടെ ഉണ്ട്, മനസ്സിലല്ലേ? ഈ അക്രമികൾ അവർ ഉൾവലിഞ്ഞത് കൊടുക്കാണ്. ഏതായാലും മുസ്ലിം സമൂഹം അന്ന് രണ്ട് ടീമായി നിന്നു. ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കാനൊരു ടീം, പിന്നെ അലി റളിയല്ലാഹു തആലയുടെ കൂടെ ഒരു ടീം. അലി റളിയല്ലാഹു ഇതിന് പകരം ചോദിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല, പക്ഷേ ഉസ്മാന് വേണ്ടി അഫ്ഫാൻ റളിയല്ലാഹുവിന് വേണ്ടിയിട്ട് രക്തത്തിന് പകരം ചോദിക്കാൻ, ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ അവർ അലിക്ക് പലരും ബയ്യത്ത് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഉസ്മാൻ്റെ ഘാതകരെ പിടികൂടിയിട്ട് എന്ത് ചെയ്യണം, അവരിൽ പ്രതിക്രിയ നടത്തണം, എന്നിട്ടാകണം എന്നുള്ളതാണ്. അലീൻ്റെ ഖിലാഫത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതല്ല, ഇതിലൊക്കെ എന്തുണ്ട്, കുറേ കുളം കലക്കികളുമുണ്ട്. അതാണ് വിഷയം. അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട് ഉസ്മാൻ്റെ ഘാതകരെ പിടികൂടണം, അവരിൽ പ്രതിക്രിയ നടത്തണം. പക്ഷേ പ്രതിക്രിയ നടത്താനും പിടികൂടാനും എന്ത് വേണം? അവസ്ഥ ശാന്താകണ്ടേ? ഒരു ഭരണാധികാരി വേണം. ഭരണാധികാരി ഈ കലങ്ങി മറിഞ്ഞ രംഗം ഒതുക്കണം, എന്നിട്ട് വേണം ഈ ആളുകളെ പിടികൂടാൻ. അലിയാരുടെ പക്ഷാണ് ശരി. ഏതായാലും രണ്ട് ടീമായിട്ട് മുസ്ലിമീങ്ങൾ ഇറാഖിൽ നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കൂട്ടർക്ക് വഴങ്ങാത്ത അവസ്ഥ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നത്, അവർ മക്കയിലാണ്, ഹജ്ജിൻ്റെ സമയമാണ്, ആളുകൾ യുദ്ധത്തിന് നിന്നോണം ഒരുങ്ങി നിൽക്കുകയാണ് രണ്ട് ടീമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് സുൽഹ ഉണ്ടാക്കണം. ഉമ്മ വന്നിട്ട് പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? സുൽഹാകുമല്ലോ. അപ്പോൾ അത് പറഞ്ഞാണ് തൽഹയും സുബൈറും അടക്കം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ എന്ത് ചെയ്യണത്? ഇറാഖിലേക്ക് കൊണ്ടുപോകുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ദേശിക്കുന്നത് എന്താ? സുൽഹാണ്. മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കും, ഒന്നാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ, മനസ്സിലായില്ലേ? അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോകുന്ന വഴിയിൽ നടന്നൊരു സംഭവമാണ്. ഹൗഅബ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ച് ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നായകൾ കുരക്കാൻ തുടങ്ങി, നായകൾ ഓരിയിടാൻ തുടങ്ങി. അപ്പോൾ ആയിഷമ്മ ചോദിച്ചു, ഇത് ഏത് സ്ഥലമാണ്? പറഞ്ഞു, ഇത് ഹൗഅബാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ മടങ്ങുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ നോക്കിയിട്ട് നിങ്ങളിൽ ഒരാൾ ഹൗഅബിൽ ആവുകയും അവിടെയുള്ള പട്ടികൾ അവരെ നോക്കി കുരക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കഥ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി വളരെ സങ്കടത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ അന്ന് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് പറഞ്ഞിട്ട് ആയിഷമ്മ മടങ്ങാൻ തീരുമാനിക്കുമ്പോൾ വീണ്ടും തൽഹ അടക്കം സുബൈർ അടക്കം പറയണം, ഉമ്മ വലിയൊരു യുദ്ധമാണ് മക്കൾക്കിടയിൽ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് അവർക്കിടയിൽ സുൽഹ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിൽ മനസ്സ് നട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലെത്തിയിട്ട് ആയിഷമ്മ രണ്ടു കൂട്ടരുടെ ഇടയിലല്ലല്ലോ, ഒരു ഭാഗത്തേക്കാണ് ചെല്ലണത്. ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആയിഷമ്മ ചെന്നിറങ്ങിയ ടീം പറയാണ്, അതാ ഉമ്മുൽ മുഅ്മിനീൻ വരെ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്നിരിക്കുന്നു. അപ്പം മറുചേരിയിൽ ആരാണുള്ളത്? അലിയാണുള്ളത്. ഇവിടെ അലിയില്ല, അല്ലേ? അതോടുകൂടിയിട്ട് എന്ത് ചെയ്ത്, ഇതൊക്കെ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരും കുറേ തൽപര കക്ഷികളാണ് ഇതിലുള്ളത്. സഹാബികളൊക്കെ വളരെ വിരളാണ്. സഹാബികൾ എന്ന് പറയുന്നവർ ഇതിൽ വളരെ വിരളാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ആയിഷമ്മയുടെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് യുദ്ധമാണ് തുടങ്ങി. വലിയ രക്തരൂക്ഷിതമായ യുദ്ധം നടന്നു. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹു വിജയം വരിക്കാനായി. ആ വിജയം വരിച്ചപ്പോൾ മനസ്സിലായേ, പിന്നെ ആയിഷ റളിയല്ലാഹു തആല നിന്ന പക്ഷാണല്ലോ തോൽക്കുന്നത്, ഇല്ല, അവരുടെ മുമ്പിലാണ് ഇടവും വലവുമാണ് എന്ത് ചെയ്യുന്നത്, വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ആയിഷമ്മ റളിയല്ലാഹു തആല സുരക്ഷിതയായി. അവരവരുടെ ഒട്ടകക്കട്ടിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹു ഇനിയിപ്പോൾ ആയിഷമ്മയുടെ ഇറാഖിൽ നിന്ന് എത്തിക്കണം, മദീനയിലേക്ക് എത്തിക്കണം, അത് അലിയാരുടെ ബാധ്യതയല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, കൂഫയിൽ നിന്ന് നല്ല മഹദികളായ 40 സ്ത്രീകളെ അലി ഒരുക്കി. പിന്നെ ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദരൻ
പിന്നെ മുഹമ്മദ് ബിൻ അബി ബക്കർ, അബൂബക്കറിന്റെ അസ്മാ ബിൻ ഉമൈസിലുണ്ടായ കുട്ടിയാണ് മുഹമ്മദ്. ഈ മുഹമ്മദിനെ കൂട്ടി 40 സ്ത്രീകളെ കൂട്ടിയിട്ട് അലി റളിയല്ലാഹു തആല അൻഹു ആയിഷമ്മയെ എന്ത് ചെയ്യണം, ഇറാഖിൽ നിന്ന് അയക്കുകയാണ് ഇവിടേക്ക്, മദീനയിലേക്ക്. മൈലുകൾ അലി കൂടെ നടന്നു എന്നാണ്. ഈ സ്ത്രീകളോടൊപ്പം ആയിഷമ്മയെ സുരക്ഷിതയായിട്ട് മദീനയിലേക്ക് മടക്കുകയാണെന്നാണ്. ആ മടക്കുന്ന സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട് ആളുകളോട്, അവരുടെ മക്കൾ എന്നതുപോലെ മക്കളെ വിളിച്ചിട്ട് പറയാണ്, എനിക്കും അലിയിനും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയും അവരുടെ ഭർത്തൃ വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ആ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മുൻ വൈരാഗ്യം എൻ്റെയോ അലിൻ്റെയോ ഇടയിലില്ല എന്ന് പറഞ്ഞിട്ട് അലിയുടെ കുറേ ഗുണങ്ങൾ എന്നാണ്. ഇന്നഹു മിനൽ അഖിയാർ, അലി വളരെ മാന്യനായ ഉത്തമനായ മനുഷ്യനാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആയിഷും എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് വിളിച്ചു പറയേണ്ട ആളുകൾ കേൾക്കെ. അപ്പോൾ അലി റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണത്, സദഖത്തു അല്ലാഹ്, അള്ളാഹുവാണ് സത്യം, ആയിഷ ഈ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്കിടയിൽ എന്തില്ല, ഒരു വലിയ വിദ്വേഷമോ പകയോ പൂർവ്വകാലത്തില്ല. ഒരു സ്ത്രീയും ഭർത്തൃ വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലസൗജത്തു നബിയിക്കും ഇന്നഹാ ലസൗജത്തു നബിയിക്കും ഫി ദുനിയ വൽ ആഖിറ, ഈ ഒട്ടകക്കട്ടിലുള്ള ആയിഷ ലസൗജത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, അത് ദുനിയാവിൽ മാത്രമല്ല പിന്നെയോ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, അലി ആയിഷ റളിയല്ലാഹു തആല ഇറാഖിൽ നിന്ന് പിന്നെ മദീനയിലേക്ക് ഈ ഒരു പിന്നെ അകമ്പടിയിൽ യാത്രയാക്കുന്നതെന്നാണ്. അതൊക്കെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയുടെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്.